എസ്റ്റിമേറ്റ് ഒരു മോഡസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് എന്ന് വേണം പറയാൻ. ഇത് വളരെയധികം നമ്മളെ ചകിതരാക്കേണ്ട ഒരു സംഗതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. അതിനുമുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാം. ഈ ഓഫീസർ പറഞ്ഞത് താങ്കൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു പെൺവാണിഭ സംഘത്തിന്റെ റാക്കറ്റിൽ പോയി പെട്ടത്? എന്റെ ഫോൺ താഴെ ചാടി എന്റെ ഡിസ്പ്ലേ പോയി ഫോണിന്റെ. അപ്പൊ ഞാനത് നന്നാക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കൊടുത്തു. ഷോപ്പിൽ കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് നന്നാക്കി കിട്ടി. 3-ാം ദിവസം എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. രാജേഷ് എന്ന പേര് വെളിപ്പെടുത്തി. എന്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു തന്റെ മെസ്സേജ് കുറെ ഫോട്ടോസൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് പിറ്റേ ദിവസം എന്റെ വാട്സപ്പിലേക്ക് ഒരു എഡിറ്റഡ് ഫോട്ടോ വന്നു. വേറൊരാളുടെ ബോഡി എന്റെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ വന്നു. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി പോയി. എന്നിട്ട് ഞാൻ ഈ വിളിച്ച നമ്പറ് ഞാൻ കുറെ തവണ ബ്ലോക്ക് ലിസ്റ്റിലിട്ടെങ്കിലും വേറെ നമ്പറുകളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് വരണം, അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ എനിക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായി. എന്റെ പാരന്റ്സിനോട് ആരോടും ചോദിക്കാൻ പറ്റാത്ത. അപ്പൊ ഇത് എങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പോവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ ഇതായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എടുത്തതായിരിക്കാം എന്ന് പറഞ്ഞു. നേരിട്ടാണോ ഫോൺ വഴിയാണോ? ഫോൺ വഴിയാണ്. ഭീഷണിപ്പെടുത്തിയ ആളിനെ താങ്കൾക്ക് അറിയാമോ? കടയിലെ ആളാന്നാ പറഞ്ഞത്. ഞാൻ ഈ ഫോൺ നന്നാക്കാൻ കൊടുത്ത കടയിലെ ആളാണ് എന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വേറൊരു ചെറിയ ഭീഷണിയല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഞാൻ ശരിക്കും ഷോയിൽ വരാൻ കാരണം ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഇതാവരുത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഒരിക്കലും ലേഡീസ് മൊബൈൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കരുത്, ലേഡീസ് പോയി കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അല്ല ഈ നോർമലി നമ്മുടെ മൊബൈലിൽ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളുടെ ഒക്കെ പിന്നില് ഇതുപോലെ ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചില ആ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ് ആ കുട്ടി പറഞ്ഞത്. ഇതല്ല, ഇതിലപ്പുറവും നടക്കുന്നുണ്ട് മൊബൈൽ റിപ്പയർ ഷോപ്പ് വെച്ചിട്ട്. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കോളേജില് കമ്പ്യൂട്ടർ സയൻസ് അസോസിയേഷന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി എന്നെ വന്ന് കണ്ടു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു കാര്യം, എങ്ങനെയോ ഞാൻ അയക്കുന്ന മെസ്സേജസ് ഒക്കെ മറ്റൊരാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് അത് കിട്ടുന്ന ആള് എന്റെ നൈബറാണ്. ആ നൈബർ എന്നെ കല്യാണം കഴിക്കും. കാരണം ഞാൻ എല്ലാ മെസ്സേജും അവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. മെസ്സേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല, വിവരങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വിവരങ്ങൾ നോക്കിയപ്പോ ഈ മെസ്സേജ് വഴിക്ക് പലർക്കും അയച്ചതും കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾക്ക് അറിയുള്ളൂ, അല്ലാതെ ഓറലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ മെസ്സേജ് അതിന്റെ കോപ്പി അയാൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതായിരുന്നു സംശയം. ഈ കുട്ടി എന്നെ അന്വേഷിച്ചപ്പോ ഇത് ഈ റിപ്പയർ ചെയ്യാൻ കൊടുത്ത ഷോപ്പിന്റെ ഓണറുടെ ഫ്രണ്ട് ആണെന്ന് മനസ്സിലായി. ഈ കേസും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ SI ഈ കുട്ടിയെ വരട്ടി, നൈബറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ ഇങ്ങനെ ജയിലിലിടാനുള്ള പണിയല്ല നോക്കണ്ട, അത് നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കണം, അല്ലാതെ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴ്ത്തരുത്. സ്ത്രീകൾക്ക് ഇങ്ങനെ ചില പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതിന് മെസ്സേജ് റെപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ആൻഡ്രോയിഡ് മൊബൈലിലുണ്ട്, വിൻഡോസ് മൊബൈലിലുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ആ കുട്ടിയുടെ നമ്പർ മൊബൈലിൽ ഈ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്താൽ ഈ കുട്ടി ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജസ് അയക്കുന്നു അതിന്റെയൊക്കെ കോപ്പി നിങ്ങളുടെ. ഇതേപോലെ കോൾ റെപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി മൊബൈൽ റിങ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ അടിക്കും. അവര് രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെയും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ മൂന്നും ഈ കുട്ടിയുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നെറ്റിന്റെ അപാരമായ സാധ്യത ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുന്നിലുള്ളപ്പോൾ തന്നെ ഇതിന്റെ ചതിക്കുഴികളും വളരെ കൂടി വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ മുഴുവൻ സാധ്യതകളൊക്കെ നമ്മളിപ്പം സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ആമ്പിള്ളേരുള്ള മാതാപിതാക്കൾക്ക് അസ്വസ്ഥരായി അവർ ഇറങ്ങി നടന്നെന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു ഈ സൊസൈറ്റി ഒരു അപകടപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ചില സത്യങ്ങൾ ചില ആളുകൾ അറിഞ്ഞേ പറ്റൂ.
അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ ഹൈക്കോടതി ജഡ്ജി തന്നെ സൂചിപ്പിക്കുണ്ടായി ഈ കമ്പ്യൂട്ടറൊക്കെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കണം. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചതിക്കുഴിയിൽ നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആമ്പിള്ളാരും ഒക്കെ പോയി വീഴുന്നതുകൊണ്ടാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു മൗസ് ക്ലിക്ക് പോലും സ്റ്റോർ ചെയ്യപ്പെടും. അതായത് ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു മൊബൈൽ ആയാലും നമ്മളൊന്ന് ഒരു കീ പ്രസ് ചെയ്താൽ ആ അതിന്റെ തെളിവ് അവിടെ ഉണ്ടാവും. നമ്മൾ അതായത് ഒരു ഫോട്ടോ എടുക്കുക, ഒരു ഫോട്ടോ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ ഫോട്ടോ സേവ് ചെയ്ത ഫോട്ടോ അതിനകത്ത് ഉണ്ടാവും. ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് ആക്ച്വലി അതിന്ന് നഷ്ടപ്പെടുന്നില്ല, അതിന്ന് പോകുന്നില്ല, അത് നമുക്ക് കാണുന്നില്ല, അത് ഡിലീറ്റഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് മാർക്ഡ് ഫോർ ഡിലീഷൻ ആണ്, ആക്ച്വൽ ഡിലീഷൻ അല്ല. അതിനെ റിക്കവർ ചെയ്തെടുക്കാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇതേ വെച്ച ഒരു ബോൾഡായ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് കേരളത്തിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചു കാലമായി നടക്കുകയാണ്. അപ്പം ഈ ചുംബന സമരം മാത്രമല്ല, അതിനു മുമ്പേ തന്നെ ഈ സംഭവങ്ങളൊക്കെ കാര്യം ബോൾഡായ സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുമ്പോഴും ബോൾഡായ സ്റ്റെപ്പിൽ എന്തുമാത്രം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നും കൂടെ നോക്കണ്ടേ. ഇപ്പൊ ആ കുട്ടിയുടെ